മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്. അപ്പം മഴക്കാലത്തൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പം ജോലിക്ക് പോകുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് കൂടിയാണിത്. ഞാനിവിടെ ചെറുനാരങ്ങ കൊണ്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുനാരങ്ങ അച്ചാർ കൂടിയാണിത്. ഒട്ടും കയ്പില്ലാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ടുള്ളത് ചെറുനാരങ്ങയാണ്. ഞാനിവിടെ ഒരു 12ഓളം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാമോളം വരും കേട്ടോ ചെറുനാരങ്ങ. നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച വെള്ളത്തിലേക്കാണ് ചെറുനാരങ്ങ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മളിത്. ഏകദേശം 5 മിനിറ്റോളം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ തോട് പൊട്ടിപ്പോവാതെ തന്നെ നോക്കണം. അതിൻ്റെ മുൻപേ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ടതാണ്. അതിനുശേഷം നന്നായി തുടച്ചതിന് ശേഷം ഞാനിതാ ചെറുനാരങ്ങ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പുപൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലേക്ക് ഒരു 1/2 കപ്പ് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ അഥവാ എള്ളെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അച്ചാർ കേടുകൂടാതെ കുറച്ച് കാലമൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും അത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയിട്ടെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരേക്കും വഴറ്റിയിട്ടെടുക്കാം. ഓവറായിട്ട് കളർ മാറിപ്പോണ്ട, ചെറിയ രീതിക്ക് അതൊന്ന് മൂത്തിട്ട് വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നമുക്ക് ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഇട്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം 4 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ടാണ് ഞാനിത് വഴറ്റിയിട്ട് എടുക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാർ പൊടിയാണ്, പിക്കിൾ പൗഡർ. ഒരു 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയും പിക്കിൾ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് നല്ല സിമ്മിലിട്ടിട്ട് തീരെ കുറവായിട്ട് തന്നെ സിമ്മിലിട്ടിട്ട് തന്നെ വയ്ക്കാം. അതിനുശേഷം എന്താ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സുർക്ക അഥവാ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ ചെറുനാരങ്ങയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആ നാരങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ലെവലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രയും മതി. കൂടുതലായിട്ടൊന്നും നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെറുനാരങ്ങ 5 മിനിറ്റ് നേരം വേവിച്ചെടുത്തതാണ്. തോട് പൊട്ടിപ്പോകുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ വെള്ളത്തിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ദാ എല്ലാം നന്നായിട്ട് അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് അത് ഉണ്ടാക്കുന്ന സമയം തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു സേവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊരു കയ്പും നല്ല എരിവും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചീഞ്ഞതിന് ശേഷം മാത്രം ടേസ്റ്റ് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ അച്ചാർ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇതുപോലെയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ചോറ് കഴിക്കണ നേരത്ത് പെട്ടെന്ന് എടുത്ത് ഇതൊക്കെ കൂട്ടാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.